ഹായ്, സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 50 ഡേയ്സിനുള്ളിൽ ഞാൻ നിങ്ങളെ ഹിന്ദി അങ്ങ് പഠിപ്പിക്കാൻ പോവുക. ഓക്കെ, ഇത്രയും നാൾ ഞാൻ ഗ്രാമറിൻ്റെ ഒക്കെ ചെയ്തു, 1000 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് കാണാം, ഗ്രാമറിനെ കുറിച്ച് അറിയാം. പക്ഷേ നമുക്ക് ദൈനംദിനത്തിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ എങ്ങനെ പറയാം, ചോദിക്കാം, ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസിലൂടെ. ഞാനിപ്പോൾ ഡൽഹിയിലാണ്. അപ്പം എൻ്റെ 19 വർഷത്തെ എന്താ പറയേണ്ടത് നോർത്തേൺ സൈഡ് എക്സ്പീരിയൻസും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. എങ്ങനെ സംസാരിക്കണം, ടീക്കെ, ഏത് രീതിയാണ് ഉപയോഗിക്കേണ്ടത്, അതൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തി ഒരു 50 ഡേയ്സ് നിങ്ങളുമായിട്ട് ഞാൻ ഡെയിലി വരും. ഇന്ന് തൊട്ട് ഞാൻ ഡെയിലി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് 50 ഡേയ്സ് അതിനുള്ളിൽ നിങ്ങൾ ഹിന്ദി പഠിച്ചിരിക്കും. ഓക്കെ, നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അതുകൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് ഡെയിലി സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നല്ല കാര്യം, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. ഓക്കെ, അത് തെറ്റായിക്കോട്ടെ, കുഴപ്പമില്ല. രഹത്തി ഹെ, അത് എങ്ങനെയായാലും നിങ്ങൾ സംസാരിക്കുക. സംസാരിച്ചുകൊണ്ടിരുന്ന് മാത്രമേ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു മാസം കേരളത്തിൽ വന്നാൽ, ഒരു ഹിന്ദിക്കാരൻ കേരളത്തിൽ വന്നിട്ട് മലയാളം പഠിക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഒരു മലയാളി ഒരു നോർത്തേൺ സൈഡിൽ പോയാൽ ഹിന്ദി പഠിക്കുന്നത്. ഒരു മാസം മതി നിങ്ങൾക്ക് ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ 50 ഡേയ്സിൽ നിങ്ങളുമായിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ നല്ല ടിപ്സ് പറഞ്ഞുതരും. നമുക്ക് കാണാം. ആദ്യമായിട്ട് നമ്മൾ എവിടെ പോയാലും നമുക്ക് ആദ്യം ചോദിക്കേണ്ടതാണ് ക്യാ, അല്ലെങ്കിൽ കേസെ, കബ്, കോൺ, അല്ലേ, ക്യോങ്കി, അല്ലെങ്കിൽ കിസ്ലിയെ. ഇതൊക്കെയാണ് നമുക്ക് മാക്സിമം ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ഉത്തരമാണ് നമുക്ക് തരുന്നതും, അല്ലേ. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ക്ലാസ് ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാ അതിൻ്റെ ഉത്തരം, അത് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ കേസെ അതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാ, കേസെ, കബ്, കിദർ, ക്യോം, കിസ്ക, കിസ്കോ, കിസ്കി, ഇതൊക്കെ നമ്മുടെ ഡെയിലി ജീവിതത്തിൽ വേണ്ടതാണ്. ആദ്യത്തെ ക്ലാസ് നമുക്ക് നോക്കാം. ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത്, അല്ലെങ്കിൽ എന്താണ്. ക്യാ എന്തൊക്കെയാണ്. ഓക്കെ, ക്യാ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ഓർക്ക എന്ന് പറഞ്ഞാൽ വേറെ എന്താണ്. ഓക്കെ, ഇത് മൂന്നിനും 3 അർത്ഥം. ക്യാ, ആക്കോ ക്യാ ചെയ്യേ, ആക്കോ ക്യാ ചെയ്യേ. നമ്മൾ ഏതൊരു ഷോപ്പിൽ പോയാലും, ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തിറങ്ങിയാടെ ചോദിക്കും ആക്കോ ക്യാ ചെയ്യേ, ആക്കോ ക്യാ ചെയ്യേ. ആക്കോ എന്നേ ചോദിക്കുള്ളൂ. കാരണം എന്താണ്? ആദ്യം നമ്മൾ ഒരാളെ കാണുമ്പോൾ എപ്പോഴും സംസാരിക്കുന്നത് ആപ്കോ എന്നാണ്. ഓക്കെ, അപ്പോൾ ആപ്കോ ക്യാ ചെയ്യേ, തേരക്കോ നീ ചെയ്യേ, നീ തുജിക്കോ ക്യാ നീ ചെയ്യേ. അതുപോലെ തന്നെ അതൊന്നും പറയരുത്. ആപ്കോ ക്യാ ചെയ്യേ എന്ന് ചോദിച്ചു, അപ്പം നമ്മളെന്ത് പറയും? മുझे എന്താ പറയണ്ടേ, ഇന്ത്യ ഗേറ്റ് ജാനാ ഹെ എന്നല്ലേ നമ്മൾ ഉത്തരം പറയാം. ഉത്തരം വിട്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ആപ്കോ ക്യാ ചെയ്യേ എന്ന് പറഞ്ഞാൽ എന്താണ്? താങ്കൾക്ക് ക്യാ എന്താണ്, ചായേ എന്ന് പറഞ്ഞാൽ എന്താണ്? വേണ്ടത് എന്നാണ്. ഓക്കെ, അപ്പോൾ ആപ്കോ ക്യാ ചായേ എന്നായി. ഓക്കെ, നോക്കാം. നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ചോദിക്കണം അവൻ പോയോ ചോദിക്കണം. എങ്ങനെ ചോദിക്കും നമ്മൾ? വോ ഗയാ താ ക്യാ, ഒന്നുകിൽ അവിടെ ഇടാം. ഓക്കെ, വോ ഗയാ താ ക്യാ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ക്യാ വോ ഗയാ താ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം നമ്മൾ? വോ ഗയാ താ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ പോയി എന്നല്ലേ. വോ ഗയാ താ, അവൻ പോയി, അല്ലേ. അപ്പോൾ ക്യാ വോ ഗയാ താ എന്ന് പറഞ്ഞാൽ എന്തായി? അവൻ പോയോ എന്നായി. അപ്പം നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്യാ അങ്ങ് ആഡ് ചെയ്തു. അപ്പം എന്തായി? ക്യാ വോ ഗയാ താ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പോയോ. ഒരു സ്ത്രീയെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ഒരു സ്ത്രീ പോകാനുണ്ട്, പുറത്തെവിടെ പോകാനുണ്ട്, നമ്മളങ്ങനെ പറയും ക്യാ വോ ഗൈ തീ. ഓക്കെ, ക്യാ വോ ഗൈ തീ. അപ്പം എന്തായി? ക്യാ വോ ഗൈ തീ, അവൾ പോയോ എന്നായി. ഓക്കെ, അപ്പോൾ കേസേ ജാനാ ഹേ, എങ്ങനെ പോകണം. ജാനാ ഹേ എന്ന് പറഞ്ഞാൽ പോകണം. കേസേ ജാനാ ഹേ. ടീക്കെ, ക്യാ വെച്ച് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ആപ് ക്യാ കർത്തേ ഹേ എന്ന് പറഞ്ഞാൽ താങ്കൾ എന്താണ് ചെയ്യുന്നത്. ടീക്കെ, ആപ് ക്യാ കർത്തേ ഹേ, താങ്കൾ എന്താണ് ചെയ്യുന്നത്. തും ക്യാ കർത്തേ ഹോ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. ആപ് ക്യാ കർത്തേ ഹേ, താങ്കൾ എന്താണ് ചെയ്യുന്നത്. തു ക്യാ കർത്താ ഹേ. ഒരു സ്ത്രീയോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആപ് ക്യാ കർത്തി ഹേ. ഓക്കെ, സിമ്പിൾ അല്ലേ. അപ്പോൾ നമ്മൾ ക്യാ പഠിച്ചു. അടുത്തത് കേസെ എന്ന് പറഞ്ഞാൽ കേസെ ജാനാ ഹേ, എങ്ങനെ പോകണം. കേസെ ജാനാ ഹേ, എങ്ങനെ പോകണം. അതിൽ ഞാൻ തൊട്ട് മുമ്പൊന്ന് വിട്ടുപോയി. നമ്മൾ ക്യാ
ക്യാ ക്യാ എന്ന് പറഞ്ഞാൽ ക്യാ ക്യാ ലാനാ ഹെ. ക്യാ ക്യാ ലാനാ ഹെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, ക്യാ ക്യാ ലാനാ ഹെ, എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ ക്യാ ക്യാ ഖരീദനാ ഹെ, മാർക്കറ്റ് പോവാണ്. അപ്പം എങ്ങനെ ചോദിക്കും? ക്യാ ക്യാ ഖരീദനാ ഹെ, ക്യാ ക്യാ ഖരീദനാ ഹെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. ഖരീദന എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ചെയ്യുക. ടീക്കെ, നമ്മൾ വാങ്ങാൻ പോകുന്നില്ല, അപ്പോൾ ഷോപ്പിൽ പോകണം. അപ്പം എങ്ങനെ പറയും? ക്യാ ക്യാ ഖരീദന ഹെ, എന്തൊക്കെയാണ് ഞാൻ വാങ്ങേണ്ടത്. ക്യാ ക്യാ ഖരീദന ഹെ എന്ന് പറഞ്ഞാൽ ക്യാ ക്യാ, എന്തൊക്കെയാണ്, ഒന്നിൽ കൂടുതൽ സാധനം. ടീക്കെ, ഒന്നിൽ കൂടുതൽ സാധനം. അപ്പം നമ്മളിങ്ങനെ പറയും ക്യാ ക്യാ ഖരീദന ഹെ. ഓക്കെ, ക്യാ ഖരീദന ഹെ എന്ന് പറഞ്ഞാൽ അതും ഒന്നിൽ കൂടുതൽ ഇപ്പം നമുക്ക് ആവാം. ബട്ട് ക്യാ ക്യാ, നമുക്ക് കുറേ സാധനത്തിന് ഡിമാൻഡ്. അപ്പോൾ നോക്കിക്കും നമ്മൾ ക്യാ ക്യാ ഖരീദന ഹെ. ഓക്കെ, ക്യാ ക്യാ ഖരീദന ഹെ. ഓക്കെ, അടുത്തത് നമ്മളിപ്പം എന്താ പറയുക, ഓർ ക്യാ ലേന ഹെ. ഓർ ക്യാ ലേന ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി എന്താണ് വാങ്ങേണ്ടത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഓർ ക്യാ ഖരീദന ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി എന്താണ് പർച്ചേസ് ചെയ്യേണ്ടത്. ഓർ ക്യാ, എല്ലാം വാങ്ങി ഞാൻ വീട്ടിലേക്ക് വരികയാണ്. ബൈ പൂരാ സാരെ സാമാൻ ഖരീദ് ലിയാ मैंने. ഓർ ക്യാ ഖരീദന ഹെ. ഓർ ക്യാ ഖരീദന ഹെ എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് വാങ്ങേണ്ടത്. ഇനി എന്താണ് വാങ്ങേണ്ടത്. ഓർ ക്യാ ഖരീദന ഹെ, ഇനി എന്ത് വേണം. ഓക്കെ, എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഓർ ക്യാ എന്ന് ഉപയോഗിക്കും. അപ്പം നമ്മൾ എന്ത് പഠിച്ചു? ക്യാ, ക്യാ ക്യാ, അതുപോലെ തന്നെ ഓർ ക്യാ, അതുപോലെ തന്നെ കേസെ. കേസെ ജാന ഹെ ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, കേസെ ജാന ഹെ. ഓർ അടുത്തത് നമുക്ക് നോക്കാം കേസെ കേസെ. കേസെ കേസെ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയൊക്കെ പോവണം എന്നാണ് അർത്ഥം. ടീക്കെ, കേസെ കേസെ ജാന ഹെ, ഏതൊക്കെ വഴിയാണ് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി നമുക്ക് കേസെ കേസെ ഉപയോഗിക്കാം. ഓക്കെ, അടുത്തതാണ് ഓർ കേസെ. ഓർ കേസെ കർ സക്താ ഹെ, ഇനി എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക. ഓക്കെ, ഓർ കേസെ എല്ലാവർക്കും അറിയാം, പക്ഷേ ഓർ കേസെ അതുപോലത്തെ കേസെ കേസെ എങ്ങനെ ഉപയോഗിക്കുന്നത് ചില ആൾക്ക് അറിയില്ല. ഓക്കെ, അപ്പം ഓ കേസെ കേസെ കർ സക്താ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. ടീക്കെ, കേസെ കേസെ, എങ്ങനെയൊക്കെ. ടീക്കെ, ഇനി എങ്ങനെയല്ല, ഇനി എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. കേസെ കേസെ കർ സക്താ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. ടീക്കെ, കേസെ കേസെ കർ സക്താ ഹെ. ഓക്കെ, ഓർ കേസെ. ഓർ കേസെ എന്ന് പറഞ്ഞാൽ വേറെ എങ്ങനെ, വേറെ എങ്ങനെ, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് ഓർ കേസെ. ഓർ കേസെ ജാ സക്താ ഹെ, വേറെ ഏതെങ്കിലും വഴിയുണ്ടോ പോകാൻ വേണ്ടിയിട്ട് എന്ന് പറയാൻ നമ്മൾ ഓർ കേസെ ജാ സക്താ ഹെ, അല്ലെങ്കിൽ ഓർ കേസെ കർ സക്താ ഹെ, ഇനി എങ്ങനെ ചെയ്യാൻ കഴിയും അല്ലേ. അപ്പം ദൈ ഓർ കേസെ. അടുത്തത് കബ്. കബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണെന്നർത്ഥം അല്ലേ. കബ്, കബ് എപ്പോൾ, കബ് എപ്പോൾ. ഓക്കെ, കബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കബ്, അതുപോലെ തന്നെ കബ് കബ് എപ്പോഴൊക്കെ. ടീക്കെ, ഓർ കബ്. ഓർ കബ് എന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോൾ. ടീക്കെ, അപ്പോൾ കബ്, കബ് എന്ന് പറഞ്ഞതാണ് എപ്പോൾ. കബ് എപ്പോൾ. നമുക്ക് പറയാം, എന്താ പറയാം, കബ് ये सामान कब खरीदा है എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സാധനം. ടീക്കെ, ये सामान कब ഖരീദാ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സാധനം എപ്പോഴാണ് വാങ്ങിയത്. ഓക്കെ, ഏ സാമാൻ കബ് ഖരീദാ ഹെ എന്ന് പറഞ്ഞാൽ ഈ സാധനം എപ്പോഴാണ് വാങ്ങിയത്. അടുത്ത നോക്കാം, കബ് ആനാ ഹെ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ എപ്പോഴാണ് വരേണ്ടത്. കബ് ആനാ ഹെ, കബ് ആനാ ഹെ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ എപ്പോഴാണ്. മേ കബ് ആവും എന്ന് ചോദിക്കാം. മേ കബ് ആവും എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴാണ് വരേണ്ടത്. തു കബി ബി ആജാ, അതിൻ്റെ ഉത്തരയില്ലേ, തു കബി ബി ആജാ, അല്ലെങ്കിൽ ആപ് കബി ബി ആ ജായിയേ, അല്ലെങ്കിൽ തും കബി ബി ആവോ. ഓക്കെ, ഇതാണ് അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ. ഓക്കെ, അപ്പം എന്തായി? കബ് ആവും, മേ കബ് ആവും എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴാണ് വരേണ്ടത്. ഓക്കെ, അടുത്തത് നമുക്ക് നിങ്ങൾ കേട്ടതാണ് കിസ്ക, കിസ്കോ, കിസ്ക, കിസ്കെ, കിസ്കി. ടീക്കെ, കിസ്ക ഘർ മേ ജാന ഹെ. കിസ്ക ഘർ മേ ജാന ഹെ എന്ന് പറഞ്ഞാൽ ആരുടെ വീട്ടിലാണ് പോകേണ്ടത്. ടീക്കെ, കിസ്കെ സാത്ത് ജാന ഹെ. കിസ്കെ സാത്ത് ജാന ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരുടെ കൂടെ. കിസ്കെ സാത്ത് എന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ. കിസ്കെ സാത്ത് ജാന ഹെ, ആരുടെ കൂടെ പോകണം. കിസ്കെ സാത്ത് ജാന ഹെ എന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ പോകണം. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ക്യാ പഠിച്ചു, കേസെ പഠിച്ചു, ടീക്കെ, കബ് പഠിച്ചു,
കിസ്ക കിസ്ക കിസ്കെ കിസ്കി എന്ന് പറഞ്ഞാൽ ആരുടെ എന്നാണ് അർത്ഥം. ടീക്കെ അത് കിസ്ക കിസ്ക ഗർ. ഇപ്പം ഗർ എന്താണ്? ഒരു പുല്ലിംഗമാണ്. അപ്പം കിസ്ക വന്നു, അപ്പം കിസ്ക ഗർ. ഓക്കെ. കിസ്കി ഗാഡി. ടീക്കെ കിസ്കി ഗാഡി. വോ കിസ്കി ഗാഡി ഹേ എന്ന് വെച്ചാൽ എന്താണ്? അത് ആരുടെ വണ്ടിയാണെന്നല്ലേ? വോ കിസ്കി ഗാഡി ഹേ, അത് ആരുടെ വണ്ടിയാണ്. അപ്പോൾ ഗാഡി എന്താണ്? ഒരു സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് കിസ്കി വന്നത്. അതിപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും അത് അവൻ്റെ ഗാഡിയാണ് അല്ലെങ്കിൽ അത് അവളുടെ ഗാഡി ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് പറയും? ഓ കിസ്കി ഓ കിസ്കി ഗാഡി ഹേ എന്ന് ചോദിക്കാം. ടീക്കെ അത് അവൻ്റെതാവാം അവളതാവാം. ബട്ട് ഗാഡി എന്താണ്? ഒരു സ്ത്രീലിംഗമാണ്. ഓക്കെ. അപ്പം എന്തായി? വോ കിസ്കി ഗാഡി ഹേ. ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാം. കിത്തന. കിത്തന എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര അല്ലേ? കിത്തന കിത്തനെ കിത്തനി. അപ്പോൾ കിത്തനെ റുപ്പിയെ ഹോ ഗേ ഹേ എന്ന് വെച്ചാൽ എന്താണ്? എത്ര റുപ്പിയെ ആയി. കിത്തനെ റുപ്പിയെ ഹോ ഗേ ഹേ എന്ന് വെച്ചാൽ എന്താണ്? എത്ര റുപ്പിയ ആയി, എത്ര പൈസ ആയി എന്നാണ് അർത്ഥം. ഓക്കെ. നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ഇനി എന്താ പഠിക്കുക നമ്മൾ? ക്യോങ്കി. ക്യോങ്കി എന്ന് പറഞ്ഞതാണ് എന്തെന്നാൽ. ക്യോങ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെന്നാൽ എന്നാണ് അർത്ഥം. ടീക്കെ ക്യോങ്കി മേ ലേറ്റ് ഹോ ഗയാ താ. ക്യോങ്കി മേ ലേറ്റ് ഹോ ഗയാ താ എന്ന് പറഞ്ഞാൽ എന്നിട്ടാണ് ഞാൻ ലേറ്റ് ആയത് എന്നാണ് അർത്ഥം. ഓക്കെ. കഹ. കഹ എന്ന് പറഞ്ഞതാണ് എവിടെ എന്നാണ് അർത്ഥം. എവിടെ. കഹ എവിടെ. ആപ് കഹാ ജാ രഹേ ഹേ എന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കുക? ആപ് കഹാ ജാ രഹേ ഹേ വെച്ചാൽ താങ്കൾ എവിടെയാണ് പോകുന്നത്. തും കഹാ ജാ രഹേ ഹോ. തും കഹാ ജാ രഹേ ഹോ നിങ്ങൾ എവിടെയാണ് പോകുന്നത്. തു കഹാ ജാ രഹാ ഹേ. ഇത് നിങ്ങൾ മൂന്നും ഓർത്തു വെക്കുക. ടീക്കെ രഹാ ഹേ അതായത് തും തു തും ആപ്. ഓക്കെ. തു കഹാ ജാ രഹാ ഹേ നീ എവിടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ തും കഹാ ജാ രഹേ ഹോ നിങ്ങൾ എവിടെയാണ് പോകുന്നത്. ആപ് കഹാ ജാ രഹേ ഹേ ഇത് മൂന്നും നിങ്ങൾ ഓർത്തു വെക്കുക. ടീക്കെ തൂടെ കൂടെ സീതാ രഹാ ഹേ എന്ന് വരണം. തുമ്മിൻ്റെ കൂടെ രഹേ ഹേ എന്ന് പറയാം. ആപ്പിൻ്റെ കൂടെ തുമ്മിൻ്റെ കൂടെ രഹേ ഹോ. ആപ്പിൻ്റെ കൂടെ രഹേ ഹേ. ഓക്കെ. ഇത് മൂന്നും നിങ്ങൾ പഠിച്ച് വെക്കണം. ടീക്കെ വൈഹാട്ടാക്കണം. ഓക്കെ. അപ്പം കഹാ നമ്മൾ പഠിച്ചു. ടീക്കെ കഹാ ജാനാ ഹേ എന്ന് വെച്ചാൽ എവിടെ പോകണം. ടീക്കെ ആപ് കഹാ സെ ആ രഹാ ഹേ എന്ന് വെച്ചാൽ ആപ് കഹാ സെ ആ രഹേ ഹേ. സോറി, ആപ് കഹാ സെ ആ രഹേ ഹേ താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്. തും കഹാ സെ ആ രഹേ ഹോ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. ടീക്കെ തു കഹാ സെ ആ രഹാ ഹേ എന്ന് വെച്ചാൽ നീ എവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ. അപ്പം നമ്മൾ കഹാം പഠിച്ചു. ഓക്കെ. കഹാം കഹാ രഹത്താ ഹേ തു. കഹാ രഹത്താ ഹേ തു. ടീക്കെ നീ എവിടെയാണ് നിൽക്കുന്നത്. കഹാ രഹത്തെ ഹേ തും. ടീക്കെ തും കഹാ രഹത്തെ ഹേ എന്ന് വെച്ചാൽ നീ എവിടെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആപ് കഹാ രഹത്തെ ഹേ. ഓക്കെ. അപ്പം തു തു തും വരുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ടീക്കെ തേ കൂട്ടണം, ഏ കൂട്ടണം. ടീക്കെ ആ പറയരുത്. ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ എന്താ പഠിക്കാം? അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ക്യാ, കബ്, കേസേ, അതുപോലെ തന്നെ കിസ്ക, കിസ്കെ, കിസ്കി പഠിച്ചു. കഹാ പഠിച്ചു. ടീക്കെ കിതർ. കിതർ കഹാ ഏകദേശം ഒരുപോലെ തന്നെ. ആപ് കിതർ കിതർ രഹത്തെ ഹേ നമുക്ക് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. കിതറും എവിടെ എന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യനൊക്കെ നമ്മൾ കുറച്ച് തട്ടിമുട്ടി പറഞ്ഞാൽ നമുക്കൊരു ദിവസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ടീക്കെ കഹാ ജാനാ ഹേ എന്ന് ഞാൻ പറഞ്ഞെന്നുള്ളൂ നേരത്തെ. ടീക്കെ അപ്പോൾ നമ്മൾ എന്താ പറയുക, നിങ്ങൾ ഡെയിലി എന്താ പറയുക ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ടീക്കെ നിങ്ങളെ കൂടെയുള്ള ഫ്രണ്ടുമായിട്ട് ഹിന്ദി സംസാരിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പറയുന്നത് തെറ്റാണ്. ഇപ്പം ഞാൻ പറയുന്നത് തെറ്റാവാം. കാരണം 19 വർഷമായിട്ട് ഞാൻ ദില്ലിയിലുണ്ട്, ദില്ലി നോർത്ത് സൈഡിലുണ്ട്. ബട്ട് ഇപ്പോഴും നമുക്ക് ഡൗട്ട് തന്നെയാണ് ഹിന്ദി. ഓക്കെ. അത് മലയാളിക്ക് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് തൊട്ട് 50 ഡേയ്സ് ഞാൻ നിങ്ങളെ ഹിന്ദി പഠിപ്പിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ക്ലാസ്സാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ. ഞാൻ വാട്സപ്പ് ക്ലാസ്സുമായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതാണ് നിങ്ങളുടെ മുന്നിൽ. മാർച്ച് 1 തൊട്ട് ഞാൻ വരും നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ 50 ഡേയ്സ് ക്ലാസ് ഞാൻ തീർക്കും. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. പുതിയ വീഡിയോയിൽ നമുക്ക് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ്.